ഓയേ ഇതെവിടെയായിരുന്നു കൊറേ കാലമല്ലോ കണ്ടിട്ട്. അമൂല്, മിൽമ തുടങ്ങിയ ബ്രാൻഡുകൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ സീരിയസ് ആയി എടുക്കുന്നവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ചോദ്യമാണ്. ഒരു ലിറ്റർ നെയ്യ് അല്ലെങ്കിൽ ഒരു കിലോ ബട്ടർ ഉണ്ടാക്കാൻ 20 ചില്ലറ ലിറ്റർ പശുവിന്റെ പാല് വേണം. അങ്ങനെയാണല്ലേ. അപ്പോ 800 രൂപയുടെ റോ മെറ്റീരിയലും ഈ ബാക്കിയുള്ള കോസ്റ്റുകളും ഞാൻ പലതും മറന്നുപോയിട്ടുണ്ടോ പറയാൻ, എല്ലാം കഴിയുമ്പോ 1000 രൂപയുടെ മേലെ കുറെ കൂടുതൽ പൈസക്കല്ലേ ഇത് വെക്കേണ്ടത്. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. ജീവിച്ചു പൊക്കോട്ടെ ഈ പാവം. എന്നിട്ട് ഇവരെങ്ങനെ ഇത് പകുതിയോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ വിലക്ക് ഇവർക്ക് വിൽക്കാൻ പറ്റുന്നത്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഇവരിത് നഷ്ടത്തിൽ നോക്കുന്നുണ്ടാവുക. അമൂല് ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ഉണ്ടാകുന്ന കമ്പനിയാണ്. മിൽമ ആയാലും കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാകുന്നുണ്ട്. പിന്നെ മിൽക്കിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്ത്, പക്ഷെ ഇത് ഫാറ്റ് ആണ് പ്രധാനമായിട്ട് ഇതിലെ കണ്ടന്റ്. പിന്നെ മിൽക്കിൽ എന്താ ബാക്കിയുള്ള വെള്ളമോ അവരത് മിനറൽ വാട്ടറാക്കി വെക്കുന്നുണ്ടാവും. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊള്ളാവുന്നൊരു ബിരിയാണിക്കാരൻ മിൽമയുടെ അമൂലിന്റെ നെയ്യ് കൊടുത്താൽ അംഗീകരിക്കില്ല. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ദൈവമേ, ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കണ. ഞങ്ങളാരും പൊതുവെ മിൽമയുടെ അമൂലിന്റെ ബട്ടറോ ഗീയോ ഒന്നും ഉപയോഗിക്കാറില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ അബ്ദു.